റെഡിയല്ലേ? റെഡി സാർ, റെഡി. തുടങ്ങാം. പറഞ്ഞില്ലേ? റെഡി. പുറകുന്നു വരില്ലേ? ക്യാമറ പുറകുന്നു വരും. പുറകിന്ന്. റിഹേഴ്സൽ വേണോ? വേണ്ട സാർ. സാറേ പ്രോംപ്റ്റ് ചെയ്യണോ? വേണ്ട. വേണ്ട. റെഡി സാർ. ദിനേശ് റോൾ ആക്ഷൻ. ആത്മകഥ ആര് പറയും? സാർ ആത്മാരോ? ഡയലോഗ് തരുന്നു. ഞാൻ പ്രോംപ്റ്റ് ചെയ്യാം സാർ. പ്രോംപ്റ്റ് ചെയ്തു. ഒന്ന് പ്രോംപ്റ്റ് ചെയ്തു. ഒന്നുകൂടെ. സാർ 2 ഡയലോഗേ ഉള്ളൂ. 2 അറിയാം സാർ. ഞാൻ പറയാം. ഓക്കെ. റോൾ ആക്ഷൻ. ഇവിടെയാണല്ലോ വരാൻ പറഞ്ഞത്, ഇവിടെയാണല്ലോ വരാൻ പറഞ്ഞത്, എന്നിട്ട് കാണുന്നില്ലല്ലോ. എന്നിട്ട് കാണുന്നില്ലല്ലോ. അടുത്തു വാ. സാർ എന്തേ? എന്താ വരാൻ പറഞ്ഞ? അടുത്തേക്ക് വരാൻ എന്റെ അടുത്തേക്ക് വരാൻ വേണ്ടി പറഞ്ഞല്ല, ഞാൻ കുറച്ചുകൂടെ ക്യാമറ എടുത്ത് ഫോർവേഡ് വരാൻ വേണ്ടി പറഞ്ഞാണ്. അല്ല വേണ്ട കുഴപ്പമില്ല. ആ കുട്ടി വിളിച്ചോ? മതി. ഓക്കെ. പിന്നെ വേറൊരു കാര്യം, ഇങ്ങേർക്ക് പ്രോംപ്റ്റ് ചെയ്ത പോലെ ഇങ്ങനെ അലറി വിളിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. അത് പുതിയ കുട്ടിയാണ്, മര്യാദക്കൊക്കെ പറഞ്ഞു കൊടുക്കണത്. സാർ ഇയാൾക്ക് ചെവി കേൾക്കുന്നിപ്പോ. എന്തൊരു കഷ്ടാണെന്ന് നോക്ക്. ഇവിടെ കൊളാക്കുന്നതേ പോരെ, ഞാൻ അവിടെ പോയിട്ടും കൊളാക്കണല്ലോ. ഹലോ അല്ല, ഞാൻ 3 മണിക്ക് എത്തും. ഇവിടെ ഇപ്പൊ കഴിയും. 2 ഷോട്ടുകൾ. ഓക്കെ. ഇല്ലല്ലോ, ഒന്നും പറയണ്ട. ശരി തുടങ്ങാം. നമസ്കാരം. പുതിയ ആളാണ്, അഭിനയിച്ചിട്ടൊന്നുമില്ല. പറഞ്ഞു എന്നോട്. കുഴപ്പമില്ല, നോക്കാം. ഞാൻ പ്രോംപ്റ്റ് ചെയ്തേ. അല്ല, ഞാൻ ഇത് പഠിച്ചു. പഠിച്ചോ? വെരി ഗുഡ്. അപ്പൊ ഓക്കെ, നമുക്ക് നോക്കാം. പൊസിഷനെ കാണിച്ചു. ഇവിടെ നിന്ന് വന്നിട്ടേ നോക്കാം. മൊയ്തു, നീ കാണുന്ന ഷോട്ട് നമുക്ക് പിന്നെ എടുക്കാം കേട്ടാ. മോളെ, ആക്ഷൻ പറയുമ്പോഴേ എൻട്രി വരണം കേട്ടാ. എല്ലാം കൂടെ ഒരുമിച്ച് പറയണ്ട, സാവധാനം പറഞ്ഞാ മതി കേട്ടാ. ശരി, ഓക്കെ. റോൾ. ഹലോ, എന്താണ് സാറേ? ഭയങ്കര ചൂടാ സാർ. ഇതൊന്നും അഭിനയത്തിൽ കാണാറുള്ളൂ. ഓക്കെ. റെഡി. റോൾ ക്യാമറ ആക്ഷൻ. കട്ട്. അതെ, ഇങ്ങനെ കേട്ടണ്ട. ഭയങ്കര ഓവറായി. എന്തിനെങ്ങനെ കേട്ടുന്നത്? സോറി സാർ. ഒന്നൂടെ. റോൾ ആക്ഷൻ. കട്ടെ. കണ്ടിട്ടില്ല, എന്റെ റിയാക്ഷൻ വരട്ടെ. സോറി സാർ. ഡിസ്റ്റർബ്ഡ് ആണ് സാർ. ഞാൻ 3 മണിക്ക് അവിടെ എത്താറുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ അഭിനയിക്കാൻ പറ്റില്ല? ഇല്ല സാർ, സോറി. ഓക്കെ, വൺ. റെഡി. റോൾ ആക്ഷൻ. അതെ, വസുന്ധര തന്നെ. ഞാൻ കരുതി മറന്നു കാണുമായിരിക്കും. പണ്ട് കോളേജ് കാലഘട്ടത്തിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിയത് ഓർമ്മയില്ലേ? ഇപ്പൊ കുറച്ച് അഭിനയിക്കുന്നുണ്ടല്ലോ, അത് വേണ്ട. താഴത്തേക്കൊന്നും നോക്കണ്ട. ഇത്രയും ഓവറായിട്ട് വരണമെന്നില്ല കേട്ടോ. അതെ, അഭിനയിക്കേണ്ട ബിഹേവ് ചെയ്താൽ മതി കേട്ടോ. ബിഹേവ് ചെയ്യണം, ഞാൻ പറഞ്ഞു കൊടുക്കാം. താഴത്തേക്കൊന്നും നോക്കണ്ട, നേരെ അയാളെ നോക്കി പറഞ്ഞാൽ മതി. ഓക്കെ.
ഓക്കെ സാർ. ഒന്നുകൂടെ നോർമലായിട്ട് പറഞ്ഞാൽ മതി കേട്ടോ മോളെ, ആ സർ. നോർമലായിട്ട് പറഞ്ഞാൽ മതി. ശരി, ഓക്കെ. റോൾ ആക്ഷൻ. വസുന്ധര. അതെ, വസുന്ധര തന്നെ. ഞാൻ കരുതി മറന്നു കാണുമെന്ന്. പണ്ട് കോളേജ് കാലഘട്ടത്തിൽ നിങ്ങൾ എന്നെ ഒഴിവാക്കിയത് ചില്ലിക്കാശിന് വിലയില്ലാത്ത പെണ്ണിനെ വേണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു. ഇന്ന് നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ MD ആരാണെന്ന് അറിയാമോ? ഞാൻ തന്നെ, വസുന്ധര. അയാള് ഞെട്ടിയില്ല സാർ. അയാൾ ഞെട്ടിയില്ല. ഞാൻ പലവട്ടം പറഞ്ഞാണ് ആ പ്രൊഡ്യൂസറോട് ഈ കോന്തനെ വേണ്ട വേണ്ടെന്ന്. അപ്പൊ നോക്കുമ്പോ റേറ്റിംഗ് ആളുകൾക്ക് ഭയങ്കര സാർ. എന്തിഷ്ടം? എന്താ സാർ പ്രശ്നം? പ്രശ്നമൊന്നുമില്ല. ഈ അവസാന ഡയലോഗ് പറഞ്ഞു കഴിയുന്നതിന്റെ എൻഡിൽ നിങ്ങൾ ഞെട്ടണ്ടേ? പ്രോംപ്റ്റ് ചെയ്യണ്ടേ? ഞെട്ടലിന് പ്രോംപ്റ്റിംഗ്. അല്ല, ഒന്നുകൂടെ ഞെട്ടാ. സോറി. ഒരു കാര്യം ചെയ്യാം, നേരത്തെ പറഞ്ഞതിന്റെ ബാക്കി പറഞ്ഞാൽ മതി. ആ. ഞെട്ടലൊക്കെ പിന്നെ എടുക്കാൻ. ആ. റെഡി, ക്യാമറ റോൾ, ആക്ഷൻ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് കാണണമെന്ന് പറഞ്ഞേന്ന്. വസുന്ധരയുടെ കളികൾ ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. അതൊന്ന് ഓർമ്മിപ്പിക്കാനാണ്. ഓക്കെ ഓക്കെ, ആ മതി. എവിടെയാ സ്വദേശിയുടെ? മൊയ്തു കയ്യടി തിരക്കല്ല അവളക്കാ. അല്ല, നന്നായി ചെയ്തു സാർ. നന്നായി ചെയ്തു. ഞാൻ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണ്. ഞാൻ പറഞ്ഞില്ലേ സാർ, അവിടെ മറ്റേ ലൊക്കേഷനിൽ എത്താണ്ടേ, അതിന്റെ ടെൻഷനിലാണ്. ആ, അപ്പൊ ഓക്കെ, അപ്പൊ എന്നാ വിട്ടോ. ഒരു കാര്യം, ഇവിടെ വർക്ക് എടുക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ വർക്ക് മാത്രം, ഇത് വേറെ സ്ഥലത്ത് നമുക്കത് എല്ലാവരും വിളിച്ചു കഴിഞ്ഞപ്പോ എന്ത് ചെയ്യും? അല്ലാതെ എല്ലാവർക്കും ശല്യമാണത്. അവർക്ക് ഇവിടെ ബുദ്ധിമുട്ടാണ്. ഇതിന് സമയം നിങ്ങൾ തെറ്റിയിട്ട് അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഓക്കെ സാർ. ഓ, അപ്പൊ ബൈ. ആ ഓക്കെ ഓക്കെ ഓക്കെ. ആ ബാക്കി പോവാം, ബാക്കി പോവാം. ആ ഓക്കെ. ആ, മുളകുക. മുമ്പ് അഭിനയിച്ചിട്ടുണ്ടോ? ഇല്ല സർ. ഇല്ലേ? ആദ്യം അഭിനയിക്കാണോ? ആ, കൊള്ളാം. താങ്ക് യു സർ. ആ, ഓക്കെ ഓക്കെ. പിന്നെ ഈ അഭിനയിക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ വളരെ സട്ടിലായിട്ടുള്ള സംഗതികളൊക്കെയാണ് നമ്മൾ കണ്ടെത്തിയിട്ട് ചെയ്യേണ്ടത്. അത് വരുന്നുണ്ട്, പക്ഷെ ഇനി നമ്മളത് അറിഞ്ഞ് അഭിനയിച്ച് തുടങ്ങണം. പക്ഷെ വളരെ സ്വാഭാവികമാണ്. ഇതേപോലെ തന്നെ നമുക്ക് അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പോയാൽ മതി കേട്ടോ. ശരി സാർ. സാറേ ഇപ്പൊ ഒന്ന് ബാക്കി എടുക്കാം. ദിനേശേ, ക്യാമറയുടെ പൊസിഷൻ മാറ്റി നമുക്ക് ആ എൻട്രി അങ്ങ് എടുക്കാം. എൻട്രി എടുക്കാം. ആ, ആ. സാറിന്റെ അത്രയും കേൾക്കാന്ന് വെച്ചാൽ വലിയ കാര്യം. കുഴപ്പമില്ല, ഇത് നാച്ചുറൽ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ നിന്നുള്ള എൻട്രി എടുക്കല്ലേ സാറേ? എന്നാ ആ, ഓക്കെ. ഓക്കെ, റെഡി റെഡി സാർ. റോൾ സൈലൻസ്. സാരി കിടന്ന് നടക്കും. സോറി. ആക്ഷൻ. സാർ, സാർ. വരൂ.
എവിടുന്നാ എന്താ? എന്റെ പേര് മണ്ടോദരി എന്നാ. ആ അപ്പൊ എനിക്ക് സീരിയലില് ഒരു സെക്കൻഡ് ഹീറോയിൻ ആയിട്ടൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. ആ അപ്പൊ ഒരു ഷെഡ്യൂൾ ഷൂട്ട് കഴിഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ആക്ടിങ് കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടിട്ടേ ഒരു ആക്ടിങ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാമെന്ന്. ഏത് സീരിയലിലാണ്? സീരിയല് എന്റെ കൂട്ടുകാരിക്കുന്ന ഡയറക്ഷൻ ആരാ? സത്യശീലൻ സാറാ. ഓ, അദ്ദേഹത്തിന്റെ ഈറനണിയും വിഴികൾ എന്നുള്ള സീരിയൽ വളരെ ഫേമസ് ആയിരുന്നത്. അതെ. അപ്പോ സാറ് പറഞ്ഞു ആദ്യത്തെ ഷെഡ്യൂളിൽ എന്റെ അഭിനയം കണ്ടിട്ടേ നല്ലതാ, നാച്ചുറൽ ആയിട്ട് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ അങ്ങനെ അഭിനയം ആയിട്ട് അങ്ങനെയൊന്നും എവിടെയും പോയി പഠിച്ചിട്ടില്ല. ഇല്ല. പഠിക്കണം, അഭിനയം പഠിക്കണം. ഇത്തരം അവസരമൊക്കെ കിട്ടുമ്പോൾ നമ്മളെല്ലാം അറിഞ്ഞതിന് ശേഷം പോയിട്ട് അഭിനയിക്കാൻ പാടുള്ളൂ. ഈ അഭിനയത്തെ കുറിച്ച് എല്ലാം പഠിക്കണം. എന്നാലാണ് ചെറിയ ചെറിയ പോരായ്മകളൊക്കെ തിരുത്തി നമുക്ക് നല്ലൊരു നടിയായി മാറാൻ പറ്റുള്ളൂ. അല്ല, എനിക്കും അങ്ങനെയാണ് സാർ. നമ്മൾ ചെയ്യുന്ന കാര്യം വൃത്തിയായി ചെയ്യണം എന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അന്വേഷിച്ചപ്പോ സാറിന്റെ ക്ലാസ് നല്ലതാന്ന് അറിഞ്ഞു. അതെ, എത്ര കുട്ടികൾ ഇങ്ങനെ വരുന്നു, പഠിപ്പിക്കുന്നു. നമുക്ക് അതൊക്കെ അല്ലേ പറ്റും. സാർ എങ്ങനെയാണ് ഈ കോഴ്സുകളൊക്കെ? അതായത് ഇപ്പോൾ നിങ്ങൾ അഭിനയം പഠിക്കാനാണല്ലോ വന്നത്. ഈ അഭിനയം വളരെ ഈസി ആവണമെങ്കിൽ നമ്മൾ ഈ മേഖലയിലെല്ലാം പഠിച്ചിരിക്കണം. അപ്പൊ എല്ലാവരുടെയും ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. സാറ് തന്നെയാണോ? കേട്ടിട്ടില്ലേ? കോയ സാറ്, പിന്നെ മന്മഥൻ സാറ്, പിന്നെ ഞാന്. പിന്നെ അത് മാത്രമല്ല, മാസത്തിലെ ഇടയ്ക്കൊക്കെ നല്ല സെലിബ്രിറ്റികൾ വരാറുണ്ട്. നല്ല നടന്മാർ വരും, സംവിധായകർ വരും. അവരൊക്കെ ക്ലാസ് എടുക്കും. അങ്ങനെ ക്ലാസ്സോട് ക്ലാസ്സുമായ ഫീസ് ഒക്കെ എങ്ങനെയാണ്? അത് മിനിമം 1 വർഷത്തെ കോഴ്സെങ്കിലും വേണം. മാസം 30,000 രൂപ ഫീസ് വരും. എന്നാലാണ് ഇതിനെക്കുറിച്ച് കുറച്ചെങ്കിലൊക്കെ ഒരു അറിവ് ലഭിക്കുള്ളൂ. അപ്പൊ എന്നാ ഞാൻ ഈ തിങ്കളാഴ്ച തൊട്ട് എന്നെ ജോയിൻ ചെയ്യാം സാർ. ഓ ആയിക്കോട്ടെ, എന്നാ ഞാൻ പോയിട്ട് ശരി. പിന്നെ സത്യ സാറിനോടൊക്കെ അന്വേഷണം പറയണം. ഇനിയിപ്പോ അടുത്ത മാസല്ലേ പോവുള്ളൂ. ശരി, എല്ലാം നന്നായി വരും. ശരി, വന്നോളൂ. ക്യാമറ റെഡി, റോളിംഗ്, ആക്ഷൻ. ക്യാമറ റെഡി, റോളിംഗ്, ആക്ഷൻ. എന്നാ പറഞ്ഞ പിന്നെ അവിടെ നോക്കി വെക്കണ പരിപാടിയില്ല. പിന്നെ അങ്ങടെ അഭിനയിക്കല. ഏയ്, ഞാൻ പറഞ്ഞു മനസ്സിലാവണം നമുക്ക്. ഒരു ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് തരുന്ന ഒരു കഥാപാത്രത്തിനെ 100% ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യാനുള്ള ഒരു ആവേശം അത് നമുക്കുണ്ടാവണം. അപ്പൊ എന്താണ് ആക്ടർ? ആക്ടർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഫുൾ ഫോം എന്താണ്? ആക്ടറിന്റെ ഫുൾ ഫോം അതായത് ഏന്ന് പറഞ്ഞാല് ആക്ഷൻ. ആക്ഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ കാണിക്കാൻ അഭിനയിക്കുമ്പോ കാണിക്കണോ പല ആക്ഷനുകളും, അതൊക്കെ തന്നെയാണ് ആക്ഷൻ എന്ന് പറഞ്ഞാല്. പിന്നെ സി എന്ന് പറഞ്ഞാല് കോൺസെൻട്രേഷൻ എന്നാണ്. അതിന്റെ വളരെ ശ്രദ്ധാപൂർവം നമ്മൾ അഭിനയിക്കാൻ നിൽക്കണം എന്നുള്ളതാണ്. അപ്പൊ വളരെ കോൺസെൻട്രേഷൻ നമുക്ക് എപ്പോഴും ഉണ്ടാവണം. അപ്പോ സി എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ അത് കഴിഞ്ഞാൽ പിന്നെ ടി ആണ്. ടീയില് ടൈമിങ് നമുക്ക് ഉണ്ടാവണം. അതായത് നമ്മൾ അഭിനയിക്കാൻ നിൽക്കുന്ന സമയത്തുള്ള ആ ഡയലോഗ് പ്രസന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവണ ആ ഒരു ടൈമിങ് ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിരിക്കണം എന്നാണ് പറഞ്ഞത്. അതേമാതിരി ഒബ്സർവേഷൻ. എന്താണ് ഒബ്സർവേഷൻ? നിരീക്ഷണം. അതന്നെ, നിരീക്ഷണം. അതാണ് അതിന്റെ കറക്റ്റ് മലയാളം എന്ന് പറഞ്ഞാല്, നിരീക്ഷണം എന്നാണ്. അപ്പോ ആ ഒരു ഒബ്സർവേഷൻ കഴിഞ്ഞാൽ പിന്നെ അടുത്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ കിടക്കുന്നത് ഏതാണ്? ആക്ടർ എന്നുള്ളതിൽ 6 ആണ്. 6 എന്ന് പറഞ്ഞാൽ റിതം. അതായത് നമുക്കൊരു താളബോധം ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പൊ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ഷൻ. അപ്പോ ഈ സി എന്ന് പറഞ്ഞാൽ എന്താണ്? കട്ട്. എന്താ പറഞ്ഞു അന്നിപ്പോ എന്തെന്നിപ്പോ ഞാൻ പറഞ്ഞു ഇത്ര നേരം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. സി എന്ന് പറഞ്ഞ കോൺസെൻട്രേഷൻ ആണ്. ഇതിപ്പോ ഇത്ര നേരം ഞാൻ പറഞ്ഞല്ലേ, പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ടായി. മനസ്സിലാവണ്ട അതിന്റെ ഞാൻ പറഞ്ഞതിന്റെ ഒരു അപ്പോ സി എന്ന് പറഞ്ഞ സി കഴിഞ്ഞാല് പിന്നെ ടി എന്നാണ്. ടി എന്ന് പറഞ്ഞ എന്താണ്? ചായ അല്ല, ടൈമിങ്. രാഘവേട്ടൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. സംഗതി എത്ര പ്രായം ഉണ്ടെങ്കിലും രാഘവേട്ടൻ എൻ്റെ ഒരു ശ്രദ്ധ ഉണ്ട്. അപ്പൊ ടി എന്ന് പറഞ്ഞ ടൈമിംഗ് ആണ്. പിന്നെ ഓ എന്നാണ്. ഓ എന്ന് പറഞ്ഞ എന്താണ്? ടി പറയും, ഒബ്സർവേഷൻ. അപ്പോ പിന്നുള്ളത് ആർ എന്നാണ്. ആർ എന്ന് പറഞ്ഞാല് എന്താണ്? 6ന്റെ മുമ്പ്. എന്റെ സുമേശേട്ടാ, നിങ്ങൾ എത്ര പ്രാവശ്യം നിങ്ങൾ ഇവിടെ ഈ ക്ലാസ്സിന് ഇപ്പൊ എത്ര മാസമായി നിങ്ങൾ വന്നിക്കാൻ തുടങ്ങിയിട്ട്? എത്ര മാസമായി? നിങ്ങൾ 5-8 മാസമായില്ലേ പോയി പറഞ്ഞേ? പിന്നെ
ഇങ്ങള് മറ്റേ ഏതാ സിനിമയിൽ നമ്മളെ മറ്റേ ഡ്രൈവിംഗ് പഠിക്കാൻ വന്ന ഒരാളുണ്ടല്ലോ സത്യനന്ദിക്കാരന്റെ പത്നി, ആ മാരിയാണ് മൂപ്പര് ഇവിടെ വന്നിട്ട് ഈ ക്ലാസ്സിൽ വന്നിട്ട്. ഇത് ആറ് എന്ന് പറഞ്ഞാൽ റിതം ആറെന്ന് പറഞ്ഞാൽ റിതാണ്. ഒരു താളബോധം ഉണ്ടാവണം എന്നാ പറഞ്ഞേ. അപ്പൊ ഇതൊക്കെ പാടെ കൂടിയതാണ് ഒരു ആക്ടർ എന്ന് പറഞ്ഞാല്. നമ്മളല്ലാണ്ട് വെറുതെ തമാശ കളിക്കാനുള്ള അല്ല. ഇനി ഇപ്പൊ നമുക്ക് അതിന്റെ വർക്കിലേക്ക് കിടക്കാം. അതായത് ഇപ്പൊ നമുക്കൊന്ന് അഭിനയിച്ച് കാണിക്കട്ടെ. അപ്പൊ ഉണ്ണി ഒന്നും കൂടി വായോ, ഉണ്ണി കൂടി വായോ. ഇജ് തന്നെ ഉള്ളു ഉണ്ണി ഇവിടെ. അതുമാതിരി മണ്ടോത്തിരി കൂടി വായോ. ഇത് ഭർത്താവും ഓള് ഭാര്യയാണ്. അപ്പോൾ വീട്ടിൽ ഒരു കഥ ഉണ്ടാക്കുകയാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി പറയാം. അപ്പോൾ വീട്ടിൽ കറണ്ട് ബില്ല് കൂടിയിട്ട് ആ ബില്ല് കൊടുത്തപ്പോൾ ആ ബില്ല് ഇതെന്താ എത്ര കറണ്ട് ബില്ല് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ AC വെച്ചതിൻ്റെ, അപ്പോൾ ഞാൻ പ്രാവശ്യം പറഞ്ഞില്ല എൻ്റെ ഈ ശമ്പളത്തിലൊന്നും നടക്കില്ല. ഇങ്ങനെ AC വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കറണ്ട് ബില്ല് കൂടി അതിനുള്ള ശമ്പളം എനിക്കില്ല, ഈ കുടുംബം മര്യാദക്ക് പട്ടിണി കിടക്കാണ്ട് പോകണമെന്നാണ് ഞാൻ നോക്കുന്നത് ഓർപ്പിച്ച്. അങ്ങനെയൊക്കെ പാടല്ല ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു സണ്ട. അതാണ് ചെയ്യേണ്ടത്. അത് നിങ്ങൾക്ക് അറിയണമായിരിക്കും. പിന്നെ ഞാൻ തെറ്റുമ്പോൾ ഞാൻ പറഞ്ഞുതരും. നിങ്ങൾക്ക് അറിയണമായിരിക്കും. നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കും. അങ്ങനെ തന്നെയാണ് പഠിക്കുക. ഞാൻ ഭർത്താവ്. ഇജ്ജ് ഭർത്താവ്. അല്ലാണ്ട് ഇപ്പൊ ഇജ്ജ് ഭാര്യ ആവാൻ പറ്റില്ലല്ലോ. ഇജ്ജ് ഭർത്താവ്, ഓള് ഭാര്യ. പറഞ്ഞോ. ചേട്ടാ കറണ്ട് ബില്ല് 1200 കറണ്ട് ബില്ല്. നീ വരുന്നതിന് മുമ്പ് ചുമ്മണിക്കൂട് വെളിച്ചത്തിലാണ് ഞാൻ പഠിച്ചതും വളർന്നതും. എന്നിട്ട് നീ വന്ന പിന്നെ കറണ്ട് വേണം, വാഷിംഗ് മെഷീൻ വേണം, ഫ്രിഡ്ജ് വേണം, TV വേണം എന്നൊക്കെ പറഞ്ഞു. നീ എല്ലാം ഞാൻ ഉണ്ടാക്കി. ഇപ്പൊ AC വേണമെന്ന് പറഞ്ഞു. AC ഉണ്ടാക്കി, അങ്ങനെ കറണ്ട് ബില്ലാക്കി. ഇത് അനീതിയാണ്. ഒരു പാവം സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു ഞാൻ. നീ വന്നപ്പോൾ ഞാനൊരു പാപ്പറായി. ഏട്ടാ അതിന് ഞാൻ മാത്രമല്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ള എല്ലാവരും ഇതൊക്കെ ഉപയോഗിക്കുകയല്ലേ. പിന്നെ മാറുന്ന സാഹചര്യത്തിൽ നമ്മളും അതുപോലെ ആവണ്ടേ ഏട്ടാ. എന്ത് സാഹചര്യമാണ് നീ പറയുന്നത്?